السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ضربنا للناس في هذا القرآن من كل مثل لعلهم يتذكرون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم من زاد ذكر الله وتلاوة لكتابه في آخر الحديث قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചുറപ്പ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം നമ്മുടെ പ്രസംഗം ആദ്യമായിട്ടാണ് ഇത്രയും താമസിക്കുന്നത്. കാരണം കരണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുക. കരണ്ട് വന്നു പോയി നിൽക്കുന്ന കാരണം ഇനിയിപ്പോൾ എപ്പോഴും അടുത്ത് പോകണേന്ന് അറിയില്ല. പൊതുവായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കരണ്ട് ഇങ്ങനെ എന്താണെന്നറിയില്ല. അപ്പം അതുള്ളത് കാരണമാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വെള്ളിയാഴ്ച രാവിലെ പ്രസംഗമൊന്നുമല്ല, അൽഹംദുലില്ലാ കുറച്ചു നേരം മുഹറത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ.
അപ്പോൾ അൽഹംദുലില്ലാ വെള്ളിയാഴ്ച രാവിലെ കുറച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്ന് ദുആ ചെയ്യുക. ഒരുപാട് പേർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പല കാര്യങ്ങളും ദുആ വസിയ്യത്തുകൾ പലതും. ഓരോ മനുഷ്യന്റെ ദുആ വസിയ്യത്തുകൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ എത്ര വലുതാണെന്ന് നമുക്ക് തോന്നും. നമുക്കൊക്കെ ഓരോ ഉമ്മമാർ ഓരോ സഹോദരങ്ങൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാഹി സത്യം നമ്മൾ പറയും നമുക്കൊരു കുഴപ്പമില്ല. അത്രയും പരാതികളല്ല, രോദനങ്ങൾ. ഉസ്താദ് ദുആ ചെയ്യണം, വേറൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരുപാട് പേരിങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. എല്ലാവരും ഒന്നുപോലെ ഇരിക്കണമെന്നില്ല. എല്ലാവരും വിളിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെതാരോട് പറയുന്നത് അതാ ഞാൻ ചിന്തിക്കുക. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ മജ്ലിസിലെ ദുആയാണ് എൻ്റെയും നിങ്ങളുടെയും പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം അൽഹംദുലില്ലാ ഞാനിന്ന് മനസ്സിൽ കരുതിയ 2 വിഷയങ്ങളാണ്. ഏത് പറയണോ നിങ്ങൾ തീരുമാനിക്കണം. 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ ലോകത്തിൻ്റെ അധിപനായ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ചില അടിമകളുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മളെല്ലാവരും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് കൂടെ സ്നേഹിക്കണം. അപ്പോഴാണ് ആ സ്നേഹത്തിനൊരു വിലയുണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമുണ്ടാകുമ്പോഴാണ് ആ സ്നേഹത്തിനൊരു വില. അല്ലെ, നമ്മളിപ്പോൾ 1 സൈഡ് പ്രണയം എന്ന് പറയുന്ന പോലെ ചുമ്മാ ഇങ്ങനെ പ്രണയിച്ചിട്ടിടക്കാം. 1 സൈഡ് പ്രണയം അങ്ങനെയല്ല, 2 ഇടത്തു നിന്നും പ്രണയം ഉണ്ടാകണം. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മളിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ പ്രവാചകന് നമ്മളെ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ആ ഒരു സ്നേഹബന്ധത്തിന് വിലയുണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ അള്ളാഹെക്കുറിച്ച് പറയണോ നബിയെക്കുറിച്ച് പറയണം? എന്ത് വേണം? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ എന്ന് പറഞ്ഞ് എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് പറ ഉസ്താദേ. അള്ളാഹുവിനെ കുറിച്ച് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. വെള്ളിയാഴ്ച രാവ സ്വലാത്തുകൾ അധികമായി പറയേണ്ട, മുത്തുനബിയുടെ മദ്ഹുകൾ പാരായണം ചെയ്യേണ്ട ഒരു രാവാണ് വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം പറയേണ്ടത് ആവശ്യകതയാവുന്നിരിക്കുക. ഇപ്പൊ ഈ അടുത്ത് ഒരു 2-3 ദിവസത്തെ പത്രമൊക്കെ എടുത്ത് യൂട്യൂബ്, നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കണ്ണൂരങ്ങാണ്ട ഉള്ള യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന 2 ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അത് നമ്മുടെ ജോലിയല്ലല്ലോ, അത് പോലീസുകാർ നോക്കിക്കൊള്ളും. ഭയങ്കര വിവാദങ്ങൾ നടക്കുന്നു. 2 ചെറുപ്പക്കാരെ ബന്ധപ്പെട്ടു, അവരുടെ വണ്ടി പിടിച്ചു. അപ്പം ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കമൻസുകളും വീഡിയോകളൊക്കെ ഇറങ്ങുണ്ടായി. പലരും പച്ചത്തെറി വിളിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, തെറ്റും ശരിയും നിയമങ്ങളൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തൊരു നിയമമുണ്ട്, പോലീസുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഞാൻ ഇന്ന് വരെ ആ ചെറുപ്പക്കാരുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, എനിക്കവരുടെ പേര് പോലും അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്.
ഒരു 10-12 അല്ലെങ്കിൽ ഒരു 10-12 വയസ്സ് കാണുമായിരിക്കും. ഒരു 10-13 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി. ആ കുട്ടി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, കുട്ടിയെ വീഡിയോയിൽ പറയുന്നുണ്ട്, എൻ്റെ 2 മാമന്മാരെ നിങ്ങൾ വെറുതെ വിടണം, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചെത്ത് കളയുമെന്നാണ് ആ കുട്ടി പറയുന്നത്. വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടത് ആ ചെറിയ കുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്. കുട്ടി പറയുന്നത് മാമന്മാരെന്നാ പറയണത്. അവൻ്റെ മാമന്മാരൊന്നുമല്ല, ഈ വീഡിയോ ഇടുന്ന കുട്ടികളെ കുറിച്ച്. മാമന്മാരെ വിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയുമെന്ന് പറയുന്നൊരവസ്ഥ. എവിടെ എത്തി നിൽക്കുന്നു നാം ചിന്തിക്കേണ്ടത്? ഇന്നത്തെ ഈ വളർന്നു വരുന്ന ഈ കൊച്ചു കുട്ടികൾ, യുവത്വം, നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ കുട്ടിയുടെ ഹൃദയത്തിൽ പോലും അവരുടെ മനസ്സിന്, ആ 2 ചെറുപ്പക്കാരെ കുറിച്ച് അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ബന്ധം, അത്രയും അഗാധമായൊരു ബന്ധം. എന്തിൻ്റെ പേരിലാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അവരിങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്ന 2 കൂട്ടുകാർ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നവരാ. പക്ഷെ ആ ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ പോലും അത്രയും ആഴത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ 2 ചെറുപ്പക്കാർ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊന്നും, പിന്നെ ഇങ്ങനെ പത്രമാധ്യമങ്ങൾ നോക്കുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ വീഡിയോകൾ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ ഇന്നത്തെ കുട്ടികളെ നോക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കൊച്ചു കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ, പണ്ട് പാപ്പാടെ പുറകിൽ ഉമ്മാടെ പുറകിൽ ഒരു ഫോണിന് വേണ്ടി യാചിച്ച് നടന്നിരുന്ന കാലം, അനുവാദമില്ലാതെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തിനെടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് തല്ലുന്ന കാലം, ആ കാലഘട്ടം മാറിയിട്ട് ഇന്ന് കുട്ടികളുടെ കയ്യിൽ 24 മണിക്കൂറും അവന് സ്വന്തമായിട്ട്, പണ്ടൊക്കെ ഗെയിം കളിക്കാൻ ഒരു മൊബൈൽ കിട്ടാൻ കാത്തിരുന്നിട്ടുണ്ട് നമ്മളൊക്കെ. പടച്ചവനെ സമയം വെച്ചുകൊണ്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്നൊരുത്തൻ എന്ന് പറഞ്ഞ മക്കൾക്ക് വേർതിരിച്ചുകൊണ്ട് കളിക്കാൻ പോലും മൊബൈൽ കൊടുത്തിരുന്ന കാലം മാറി. ഇന്ന് തലകണീരടിയിൽ നെഞ്ചിന്റെ മുകളിൽ മൊബൈൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഇന്നത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം. ഓൺലൈൻ പഠനമൊക്കെ, ഇന്നത്തെ വിദ്യാഭ്യാസം, ഇന്നത്തെ സാഹചര്യത്തിൽ ഓൺലൈനിലല്ലാതെ വേറെ പഠിക്കാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് മൊബൈൽ കൊടുത്തതിനെ ഞാൻ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് കിടന്ന് കുസൃതി കാണിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു മൊബൈലും കൊടുത്തു മാറ്റിയിരുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് ഇവരെന്താ കാണുക? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും മാത്രമേ അറിയൂ, അതിനപ്പുറത്തേക്ക് വലിയ ലോകങ്ങളുണ്ട്. പ്രായമുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിയാത്തൊരു ലോകം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അറിയേണ്ടവരെ അറിയുന്നില്ല, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല. മതത്തിന്റെ നിയമങ്ങളും മതത്തിൽ പറയുന്ന നിയമങ്ങളും മറ്റു പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ മനസ്സിലാക്കുകയോ ഞാനും നിങ്ങളും അതിന് തയ്യാറാകാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഭവിഷ്യത്തുകൾ നമ്മുടെ നാടുകളും നമ്മുടെ വീടുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള വിപത്തുകളെ തൊട്ട് നാം മനസ്സിലാക്കണം. ഇങ്ങനൊക്കെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ ഗൗരവങ്ങൾ. പണ്ടൊക്കെ കുറച്ചാൾ മുമ്പ് ഈ എന്തൊരു ഗെയിം കളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറെ എണ്ണം പഠിച്ചു, അപ്പത്തേക്ക് അതിന്റെ ഒരു ബഹളമായി, വീണ്ടും അത് പോയി. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. ഇനി അങ്ങോട്ട് പോകും തോറും എങ്ങോട്ട് പോകുമോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിനൊരു കുറവും വരുത്തരുത്. ഇന്ന് സ്വലാത്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം, ഈ കാണുന്ന ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരൻ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ ചരിത്രവും ആ പ്രവാചകന്റെ വ്യക്തിത്വവും ആ പ്രവാചകന്റെ മഹത്വവും എനിക്കും നിങ്ങൾക്കും അറിയണമെങ്കിൽ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ പ്രവാചകന്റെ മഹത്വം അറിയണമെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്താ?
എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഈമാനുള്ളവര് ഒരു കടുകുമണിയുടെ അടവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരങ്ങോ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരികയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കാരണം ആ സ്വലാത്ത് നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ മദീനത്ത് മസ്ജിദുൻ നബവിയുടെ ആ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവേ റൗള ശരീഫിന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നറിയാം? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും ഇങ്ങനെ തുടങ്ങുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ഈ പ്രവാചകന്മാരിൽ അവസാനം കടന്നു വന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രവാചകന്മാര്, ഈ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. ആദം നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, ഈസാ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, നൂഹ് നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, ഇബ്രാഹിം നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, സുലൈമാൻ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, യഹ്യാ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ശ്രേഷ്ഠതയുണ്ട്. ശ്രേഷ്ഠതയില്ലാത്ത ഒരു പ്രവാചകന്മാരും ഒരു പ്രവാചകന്മാരുമില്ല. പക്ഷേ ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവേ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ആർക്കെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. ആദം നബി അലൈഹി വസല്ലമിന്റെ ശ്രേഷ്ഠത എന്താ? പറ മനുഷ്യന്മാരെ, ആദം നബിയുടെ ശ്രേഷ്ഠത എന്താ? പൈസ ഒന്നും ഇതിന് പേടിയൊന്നും മത്സരമൊന്നും അല്ലല്ലോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആദം നബിയുടെ ശ്രേഷ്ഠത എന്താ? നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും, വാപ്പ നിങ്ങൾ അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്, അള്ളാഹു അല്ലേ നിങ്ങൾക്ക് റൂഹ് ഊതിയത്, നിങ്ങളല്ലേ ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, ഞങ്ങൾ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അപ്പോൾ അള്ളാഹു റൂഹ് ഊതിയ പ്രവാചകനാണ് ആര്? ആദം, അബുൽ ബശർ ആദം നബി, ആദ്യത്തെ മനുഷ്യൻ. ഈസാ നബിയുടെ പ്രത്യേകത എന്താ? റൂഹുല്ലാഹ്. ഓരോ പ്രവാചകന്മാർക്കും അതിൻ്റെതായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തിൽക്കർ റുസുലു ഫല്ലല്ലാ ബഅദഹും അലാ ബഅദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകി. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തിൽക്കർ റുസുലു ഫല്ലല്ലാ ബഅദഹും അലാ ബഅദ്. ആ പ്രവാചകന്മാരിൽ ചിലരെക്കാളും ചിലർക്ക് ഞാൻ ശ്രേഷ്ഠത നൽകി. അള്ളാന്റെ ഖുർആൻ വ്യക്തമായി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കടന്നു വന്ന പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയ, ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയ പ്രവാചകനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയ പ്രവാചകനാണ് നമ്മുടെ മുത്തുനബി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഈ ലോകത്ത് നൽകിയ വിവിധ തരങ്ങളായ പ്രത്യേകതയും സ്ഥാനങ്ങളുമുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നാമെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമല്ലോ. നമ്മളെല്ലാവരും മരണപ്പെട്ടു ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദിവസം തകർന്നു തരിപ്പണമാകും. ഈ പ്രപഞ്ചം മുഴുവനും നശിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും നശിച്ചു പോകും. ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം നശിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ അടുത്ത് നമ്മുടെ ഷാജിക്കാൻ തോന്നുന്നൊരു വീഡിയോ എടുത്തിട്ട് തന്നു. എൻ്റെ പ്രിയപ്പെട്ട ചത്തുപോയ മീൻ ജീവിക്കുന്നില്ലേപ്പ, ചത്തുപോണ മീൻ
ചത്തുപോയൊരു മത്സ്യം എന്തോ ഫ്രീസറിലെങ്ങാണ്ട ചൈന കണ്ടുപിടിച്ചെന്നാ പറയുന്നത്. ഓൻ്റെ വാപ്പാമാര് വിചാരിച്ചാൽ പോലും നടക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, അള്ളാഹ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതൊക്കെ മാറ്റാൻ പറ്റുമോ? ചത്തുപോയ മീനിന് ജീവൻ കൊടുക്കുന്നതായിട്ടൊരു വീഡിയോ, ഇതൊക്കെ നടക്കണ കാര്യമൊന്നുമില്ല. കാരണം അത് അള്ളാഹുമായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്താ ജീവിക്കാൻ പറ്റൂല? ചത്തവനെ ജീവിക്കാൻ പറ്റുമോ? അള്ളാഹ് വിചാരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു കഴിവ് കൊടുക്കണം. അല്ലാതെ എന്തായാലും ഒറ്റൊരാൾക്ക് അതിന് കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം പോലും പണ്ടുണ്ടായിരുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വിളിക്കുമായിരുന്നു, ഇങ്ങനെ പിടിച്ചിറക്കുന്ന കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ജീവിച്ചില്ല. അവരപ്പോഴും തിരിച്ച് കബറിലേക്ക് പോയി. ഞാനിവിടെ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു മരിച്ചിട്ട് വിളിച്ചുണർത്തിയ ഒരാളുടെ ചരിത്രം പറഞ്ഞു. അതുപോലെ തന്നെ കബറിൽ പോയി. അവരാരും ജീവിച്ചില്ല. കാരണം അത് സത്യമാ. അങ്ങനെ ഒരു ജീവിതമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതം ദുനിയാവിലില്ല, ആഖിറത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിൽ കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം നശിക്കും. എത്രയൊക്കെ പറഞ്ഞാലും എല്ലാം നശിച്ചു പോകും. കാരണം അള്ളാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്തേനെ? മരുന്നും കലക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവൻ അടിച്ചാൽ പോരെ. ഞാൻ ഇന്നിങ്ങനെ വണ്ടിയിൽ അത്ഭുതം തോന്നി. ഇന്ന് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ എന്തോ അറിയാതെ റേഡിയോ ഓണായി. റേഡിയോ ഓണായപ്പോഴത്തേക്ക് ഇന്നെന്തോ എലിഫന്റ് ദിനം ഉണ്ടായിരുന്നു. ആനയുടെ എന്തോലും ഉണ്ടായിരുന്നു. ആനയുടെ എന്തോ ഒരു ദിവസമാണ്. അപ്പോൾ റേഡിയോയിലൊരു പെൺകുട്ടി ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ആനയ്ക്ക് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, എത്ര ആനയെ നോക്കുന്നു? അയാളെന്തോ 15 ആനകളെ നോക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു, അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു ആനയെക്കുറിച്ച് 80 വയസ്സുണ്ടെന്നാണ് പറയുന്ന ഒരു ആനയ്ക്ക്. മനുഷ്യൻ അയച്ചു 80 വയസ്സുള്ള ഒരു ആനയെക്കുറിച്ച്. സോമൻ എങ്ങണ്ട ആനയുടെ പേരെന്ന് പറയുന്നത്. ഞാനപ്പോൾ ആലോചിച്ചു, 80 വയസ്സ് വരെയൊക്കെ ഒരു ആന ജീവിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ നിസ്സാരമായിട്ട് കാണാം. 80 വയസ്സ് വരെ പ്രായമുള്ള ഒരു ആനയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുക, പഠിച്ചനെ നിങ്ങളൊക്കെ ജീവിക്കുന്നതിന് മുമ്പുള്ള ആനയാത്. 80 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? അത്തായില്ലല്ലോ. അത്ത ജീവിക്കുന്നതിന് മുമ്പുള്ള ആനയാണ്. അപ്പൊ ആ ചോദിക്കണ പെണ്ണ് തന്നെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത് 80 വയസ്സാ പറയാ. അവള് പറയും ഇങ്ങനെ, നമ്മുടെ ഈ പുനലൂരിനപ്പുറത്ത് ഒരു കാടൊക്കെയുള്ള സ്ഥലമുണ്ട്, ആര്യങ്കാവ്, അവിടെ നിങ്ങാണ്ട് പിടിച്ചതാണെന്ന്. അലച്ചോയ്ക്ക് ഇങ്ങനെ പറയാ. ഒരു ആനയുടെ ആയുസ് പോലും ചിന്തിച്ചു വയ്ക്കേ. മനുഷ്യന്മാര് ജീവിച്ചിരിക്കൂല അത്രയൊന്നും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഈ ലോകത്തുള്ള എല്ലാവരും നശിച്ചു പോകും. എല്ലാവരും മരണപ്പെട്ടു. എല്ലാവരും മണ്ണിനടിയിൽ, എല്ലാവരും തകർന്നു തരിപ്പണമായി. പടച്ചവനെ അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. പിന്നെ ഒരു ലോകം കടന്നു വരുന്നുണ്ട്. ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പരലോകമെന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ഒരുത്തനും നിഷേധിക്കാൻ കഴിയാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ വിശ്വസിക്കണമല്ലോ. ആ പരലോകത്തേക്ക് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തില് അല്ലാഹുവേ, പരലോകത്തിന്റെ നേതാവാരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത ഒരു ശ്രേഷ്ഠതയാണ്. നാളെ പരലോകത്ത് സർവരുടെയും നേതാവാരെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ പരലോകത്തിലെ ജനങ്ങളുടെ നേതാവാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവേ, സർവരുടെയും നേതാവായ അല്ലാഹു തിരഞ്ഞെടുക്കുന്ന പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് എണ്ണി പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് പടച്ചവനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രമെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വീഴുകയാണ്. മഴത്തുള്ളികൾ വീഴുന്നത് പോലെ സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുന്നു, ചന്ദ്രൻ ഇങ്ങനെ
ഇങ്ങനെ താഴേക്ക് വീഴുന്നു, നക്ഷത്രങ്ങൾ ഇങ്ങനെ വീഴുകയാണ്, ഈ പ്രപഞ്ചം അങ്ങ് പൊട്ടിപ്പിളരുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും പടച്ചവനെ ഈ ആമ്പാറ്റകൾ പറന്നു നടക്കുന്നത് പോലെ സർവ്വതും നശിക്കുകയാ, സർവ്വതും നശിക്കുകയാ. രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ അല്ലാഹുവേ, ആദം നബി മുതൽ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും കോടാനി 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 കോടി ജനതയുണ്ടല്ലോ. ഇങ്ങനെ ഇതാ പടച്ചവനെ ലോകത്ത് കടന്നു വന്ന ജനസാഗരം മുഴുവനും എല്ലാവരും മണ്ണിനടിയിലാണ്, മണ്ണിലടിയിലാണ്. ആരാണ് ആദ്യമായിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുമോ? ഖബറിന്റെ ഉള്ളറകളിൽ നിന്ന് പടച്ചവന് ആ മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ പിന്നെ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതാരാ? ഈ പ്രപഞ്ചം മുഴുവനും പടച്ചവനെ പരന്നു കിടക്കുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും പരന്നു കിടക്കുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന കാഹളത്തിലൂതുമ്പോ മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ്, ആ മുത്തുനബിയുടെ റൗളയുണ്ടല്ലോ, ആ മുത്തുനബിയുടെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് നിന്ന് ലോകത്ത് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്ന വ്യക്തി ആരെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആരാ? ആദം നബിയാണോ? ആണോ? നൂഹ് നബിയാണോ? ഇല്ല. ആരാ വരുന്നത്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഉമ്മത്താകാൻ കഴിഞ്ഞ എത്ര വലിയ ഭാഗ്യം! അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ഖബറങ്ങ് പിളരും. ആദ്യമായിട്ട് ഖബറ് പിളർന്നിട്ട് പുറത്തു വരുന്നത് അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم انا سيد اين سيد ولد ادم يوم القيامه واول من ينشق عنه القبر واول شافعا واول مشفعا. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു, ഞാനാ നേതാവ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആദ്യമായിട്ട് ഖബറ് പിളർന്ന് വരുന്നതും ഞാനാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിന് ശേഷമാണ് ഈ പ്രവാചകന്മാർ മുഴുവനും എഴുന്നേറ്റ് വരിക. അത് കഴിഞ്ഞാൽ ആരാ വരിക? മുത്തുനബി എഴുന്നേറ്റ പിന്നാരാ വരിക? സുബ്ഹാനല്ലാഹ്. പറഞ്ഞങ്ങാതിമാരെ അവിടെ അടുത്ത് കിടക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ പ്രവാചകന്റെ ഒരു ശ്രേഷ്ഠതയാ. ഒന്ന് ആദം സന്തതികളുടെ, അതാ മനസ്സിലാക്കേണ്ടത്, ആദം സന്തതികൾ, അല്ലാതെ അവസാന ഉമ്മത്തെന്നല്ല പറഞ്ഞത്. ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു. അതുമാത്രമല്ല, ഖബറിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, മുത്തുനബിയുടെ മൂന്നാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരാ? ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പരലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ള പ്രവാചകൻ ഞാനാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ശുപാർശ നടത്തുന്ന ആളുകളിൽ ഒന്നാമനും ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബിയുടെ സമുദായ
സമുദായമാണ് ഏറ്റവും വലിയ സമുദായം. മുത്തുനബിയുടെ അനുയായികളാണ്. പരലോകത്ത് കടന്നു വരുന്നവരിൽ ഏറ്റവും വലിയ ജനസാഗരം മുത്തുനബിയുടെ അനുയായികളാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിലതു അലയ്യ അൽ ഉമം ഫജഅല النبي صلى الله عليه وسلم والنبيان يمران. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പൂർവിക സമുദായങ്ങളെല്ലാം എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ആദം നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, നൂഹ് നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, ഇബ്രാഹിം നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, മൂസാ നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവേ, ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, ഞാൻ അവിടെന്ന് ചക്രവാളത്തിലേക്ക് നോക്കാൻ എന്നോട് കൽപ്പിച്ചു. ആ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ ഒരു കറുത്ത ഒരു കൂട്ടം ഇങ്ങനെ കാണുകയാണ്, ഒരു വല്ലാത്ത കറുത്ത കൂട്ടം കാണുകയാണ്. ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അതങ്ങയുടെ സമുദായമാ, അതങ്ങയുടെ സമുദായമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് മുത്തുനബിയാ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാർക്കും അനുയായികളുണ്ട്, അനുയായികളില്ലാത്ത പ്രവാചകന്മാരുമുണ്ട്. അല്ലാഹുവേ, അവരിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും അഭിലാഷമായ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ആദം നബി അലൈഹിസ്സലാമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി താമസിച്ചത് ആ സ്വർഗത്തിലാണല്ലോ. ആ സ്വർഗത്തിൽ കടന്ന പ്രവാചകനാണല്ലോ ആദം നബി അലൈഹിസ്സലാം. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അല്ലാഹു അവിടെന്ന് പറഞ്ഞതാണ്, ആദം നബി കടന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പടച്ചവനെ ആദ്യമായിട്ട് കടന്നു പോകുന്നതാരാ? ആ സ്വർഗം തുറക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അന്ത്യനാളിൽ പ്രവാചകന്മാര് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. എന്നിട്ട് മുത്തുനബി പറയുന്നു, ഞാനായിരിക്കും സ്വർഗ കവാടത്തിൽ ആദ്യമായിട്ട് മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം താണ്ടിയിട്ട് റിദ്വാൻ എന്ന മലക്കിൽ കാവൽ നിൽക്കുന്ന പടച്ചറബിന്റെ സ്വർഗത്തിന്റെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ ആദ്യമായിട്ട് പോയി മുട്ടുന്നതാരാ? അത് ഞാനാണ് സഹാബ, അത് ഞാനാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്, അവിടെ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാനാണ് ചെല്ലുന്നത്, ഞാനാണ് സ്വർഗം തുറക്കാൻ ആവശ്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഞാനാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യം പോയി മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ പ്രവാചകൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് പറയും, അവിടുന്ന് തുറക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാ? ഞാൻ അവിടുന്ന് പറയും, മുഹമ്മദ്. അപ്പോൾ കാവൽക്കാരൻ പറയും, അത്ര നിനക്ക് മുമ്പ് ഒരാൾക്കും ഞാനിത് തുറക്കപ്പെട്ടിട്ടില്ല എന്ന് ആ മലക്ക് പറയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുക, ആരാ? അത്ര ധൈര്യത്തിൽ വന്ന് ചോദിക്കണ്ടേ, ആരാ? അവിടുന്ന് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ മലക്ക് പറയും, നിനക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഇത് തുറക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കും. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിറാത്ത് ആദ്യമായിട്ട് കിടക്കുന്നതാരാ? സിറാത്ത് എന്ന് പറയുന്ന പാലം, ഒരു ദിവസം അതിനെക്കുറിച്ച് തന്നെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൂക്കുപാലത്തിൽ പോയ ഓർമ്മ മാത്രമേ നമുക്കുള്ളൂ. സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്, കേട്ടിട്ടുണ്ടാ? സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തിച്ചവന് മനസ്സിലാവില്ല. കയറ്റവും ഇറക്കവും നിരപ്പും. ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു നിരപ്പുമുണ്ട്. പക്ഷേ എത്ര കൊല്ലത്തെ ദൂരം കാണുമെന്നറിയോ? അല്ലാഹു കാക്കുമാറാകട്ടെ. എത്രയോ കോടാനുകൂടി കിലോമീറ്ററുകൾ ദൂരമുണ്ട് കയറ്റവും ഇറക്കവും. അപ്പൊ ഇത്രയും നീളമുള്ള ഈ സിറാത്ത് പാലം, അള്ളാഹു അത് കടക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ പാലം കടക്കണോ? ആ പാലം കടന്നു പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മഹാനായ നബിയിനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാളെ ആ പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിൽക്കും ചിലരെ. നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ, ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കും. ചില ആൾക്കാരെ കണ്ട ഉടനെ അവിടുന്ന് കയ്യിൽ കയറി പിടിച്ച് ആ സിറാത്ത് കടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആരാ വിഭാഗമാരാ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാ അവർ? പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരെയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവർ. 2 ദിവസം മുമ്പ് മൊബൈലിൽ ഒരു വീഡിയോ വന്നു. ആരോ ഒരാളിങ്ങനെ വാട്സപ്പിൽ ഇട്ടതാ, ഉസ്താദെ എൻ്റെ ഉമ്മയെ ആരോ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക, എന്താ ഈ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. 2 പേരിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു തസ്ബിയ. ആ ഉമ്മയുടെ കയ്യിൽ ഉമ്മ ദിക്റ് പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു തസ്ബി. പടച്ചവന് 500 മുത്തുകളുണ്ടത്ര. 500 മുത്തുകൾ. സത്യം പറഞ്ഞാൽ ഇത്ര നീളം കാണും. എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ആ സഹോദരൻ പറയുന്നു, ഉമ്മ ഇതുകൊണ്ടാണ് തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മ മരണപ്പെട്ടു പോയി, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തസ്ബീഹ് അദ്ദേഹത്തെ അവർ മകനാണെന്ന് തോന്നുന്നു, മകനും മകൻ്റെ മകനും കൂടെ 500 മുത്തുമണികളുള്ളൊരു തസ്ബീഹ്. ഒന്ന് കൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലുതാണ്. കാണേണ്ടവർക്ക് ഞാൻ കാണിച്ചുതരാം, എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പം അത്രയും നീളം. പണ്ടുള്ളവരങ്ങനെ. ഇതിനാ ഇത്രയും വലിയ തസ്ബീഹ്. പടച്ചവനെ, സ്വലാത്തുകൾ, ദിക്റുകൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് പറയുന്നവർ നൂറുകണക്കിനൊന്നും വേണ്ട. ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വെള്ളിയാഴ്ച രാവ സ്വലാത്ത് പറയേണ്ട രാവ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ഹദ്ദാദ് റാത്തീബ് നമ്മുടെ പള്ളിയിൽ നോദി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിചാരിച്ചതൊക്കെ എന്നെ നിർത്തിയെന്നിട്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാനായിട്ട് തുടങ്ങിയതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് മനസ്സിന് വലിയ സന്തോഷം. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ മൊബൈലിൽ നോക്കിയാണ് പലരും ഓതിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഹദ്ദാദ് റാത്തീബിൻ്റെ കിതാബ്, ചെറിയ പുസ്തകം ഇവിടെ എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നു. എന്ത് പുണ്യമെന്നറിയോ? പണ്ടൊക്കെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊറോണയൊക്കെ വന്നത്? അള്ളാഹുവിൻ്റെ വിപത്തുകൾ, മരുന്നുകളില്ലാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മറന്നുപോയി. പലർക്കും അതൊക്കെ ഓതാനൊക്കെ വലിയ എന്തോ ബേജാറപ്പ അല്ലേ, വല്ല മടി. പലർക്കൊക്കെ വലിയ മടിയാണ്.
അള്ളാഹുവെ പടച്ചവൻ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ, ഓടുക ചിലരൊക്കെ. സുബ്ഹാനല്ലാഹ്, വേണ്ടവൻ ഓത്, അനുഭവിക്കേണ്ടവൻ അനുഭവിക്കും. അതുകൊണ്ട് നല്ലത് കിട്ടുന്നവർക്കറിയാം. അൽഹംദുലില്ലാ അതൊക്കെ ഓതുന്നു. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാ അത് ഓതാറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഐശ്വര്യം. ഇതൊക്കെ തന്നെ വേറൊന്നുമില്ല. അല്ലാതെ നമ്മൾ വന്ന് മുട്ടുകുത്തി വീഴുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിത്യമായിട്ട് പണ്ട് എല്ലാ വീടുകളിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കയറി നോക്ക്. യൂട്യൂബിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിത്യമായി ചെയ്യുന്ന മഹത്തുക്കൾ. ഈ അടുത്ത് നമ്മളെ വിട്ട് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ വാവാട് ഉസ്താദ്, അള്ളാഹു ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. മഹാനവറുകളുടെ മരണമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്തൊരു അത്ഭുതത്തോടുകൂടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു പണ്ഡിതൻ, ദുആ ചെയ്യാൻ മരണം മുൻകൂട്ടി മനസ്സിലാക്കി തൻ്റെ മക്കളെ മക്കാമിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെ മയ്യത്തടക്കാൻ പാണക്കാട് നിന്ന് തങ്ങന്മാർ വരും എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്ന് നേരത്തെ കാലത്തെ പറഞ്ഞു വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നവർ. എൻ്റെ പ്രിയ, അതാണ് മഹത്തുക്കൾ. അള്ളാഹുവിന് ഭയന്നുകൊണ്ട് തഖ്വയിൽ അനിശ്ചിതമായി ജീവിച്ചവരവരൊക്കെ അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റി മാറിയാലും മാറിയില്ലെങ്കിലും ഇതൊക്കെ നിർത്തരുത്. ഇതൊക്കെ നടക്കണം. ഇതൊക്കെ ഇപ്പോൾ കുറേ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അറിവ് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാതായി തോന്നും. ഇതൊക്കെ ഇനി അങ്ങോട്ട് പോകും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഹുതുബ ഓതാൻ തുടങ്ങും. ഇങ്ങനത്തെ പല കാലങ്ങളും വരും. രാവിലെ കിട്ടുന്ന എന്താപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്, ഓൺലൈൻ ആയതുകൊണ്ട് ലൈവായിട്ട് വഅദ് പോകുന്നതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞാൽ മതിയില്ല, എന്തിനാണ് വല്ലവരെയും കേൾപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകും. എന്തേ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്ന്, എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന്. ഒരിക്കലും ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണ്ടുള്ള തലമുറകൾ അങ്ങനെ ആയിരുന്നവർക്ക് മൗലിദുണ്ടായിരുന്നു, റാത്തീബ് ഉണ്ടായിരുന്നു, ദിക്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുറുദ ഓതുന്ന, ഇപ്പം ബുറുദയൊന്നും കേൾക്കാൻ തന്നെ ഇല്ല. അങ്ങനെ ഒരുപാട് മദ്ഹുകൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ട്. ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു രോഗമാണ്. ആ രോഗത്തെക്കുറിച്ച് മാത്രമേ നമുക്കൊന്നും കേട്ടറിവ് പോലുമില്ലായിരുന്നു, പ്ലേഗ് രോഗം. അത് കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിപത്തുകൾ നമ്മളെ തേടി വരാനുള്ള കാരണം നമ്മുടെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന പല ഇബാദത്തിനും നമ്മൾ തെളിവ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള പലതും നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ പല തെളിവുകളും ചോദിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ തുടങ്ങി. മൈക്ക് സെറ്റ് കെട്ടിയിട്ട് പരസ്യമായിട്ട് ഈ ഉമ്മത്തിന്റെ അനുയായികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നു പോകുന്നത് ആദ്യമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പാലമാണ് സിറാത്ത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. വേറെ ഒരു വഴിയുമില്ലല്ലോ. അതിന്റെ മുകളിൽ കയറണമല്ലോ. ഈ ലോകത്ത് കടന്നു വന്നവർ മുഴുവനും സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുകളിൽ കാല് വെക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതിന്റെ മുകളിലേക്ക് കാല് വെച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുടിയെടുക്ക്, തലയിലെ ഒരു മുടിയെടുത്തിട്ട് ഏഴായിട്ട് ഇങ്ങനെ കീറിയെടുക്ക്. എന്നിട്ടൊരംശം ഇങ്ങനെ എടുത്ത് നോക്കണം. എത്ര നേർമയാണോ ഇതുപോലെയാണ് സിറാത്തിന്റെ പാലമിരിക്കുന്നത്. വല്ലാത്ത ഇരുളാണ്, വല്ലാത്ത വഴുവഴുപ്പാണ്, വല്ലാത്ത മൂർച്ചയാണ്. അതുമാത്രമല്ല, അടിയിൽ തീയ, നരകത്തിന്റെ തീയുടെ മുകളിലാണ് പടച്ചവനെ ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ മുകളിലൂടെ നടന്നു വേണം എന്റെ പൊന്നാര മുസ്ലിമേ, എന്റെ ചെറുപ്പക്കാരാ, കഥയല്ലടാ. ഇതൊന്നും
ഒരു കഥയല്ല മോനെ. ഈ പാലത്തിന്റെ മുകളിലൂടെ വേണം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ. അപ്പോഴാണ് നരകത്തിന്റെ തീയാലുള്ള കൊളുത്തുകൾ വന്നിങ്ങനെ റാഞ്ചുകയാണ്. പടച്ചവനെ, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. പടച്ച റബ്ബേ, റസൂലുള്ളാഹി തങ്ങളാണ് ഈ സിറാത്ത് ആദ്യമായിട്ട് കടന്നു പോകുന്നത്. പിന്നെയാണ് പ്രവാചകന്റെ പുറകെ പലരും പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കതിന്റെ മുകളിലൂടെ കടന്നു പോകാൻ ഒരർഹതയില്ലല്ലോ, ഒരു യോഗ്യതയില്ലല്ലോ. കാരണം ജീവിതത്തിൽ എന്നെക്കാളും വലിയ പാപിയില്ലല്ലോ. ഓരോ മനുഷ്യനും ചിന്തിക്ക, കള്ളു കുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശ തിന്നുന്നവനെയും ഞാനും നിങ്ങളും കുറ്റം പറയരുത്. കാരണം അവൻ കള്ളു കുടിച്ചവനും വ്യഭിചരിച്ചവനെ പറയുമ്പോ ഞാനും നിങ്ങളും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, എത്ര പാപം ചെയ്യുന്നവരാ, എത്ര പാപം ചെയ്ത് നടക്കുന്നവരാ. നമ്മളെ കാലം നശിച്ചവരുണ്ടോ? പടച്ചവനെ അല്ലാഹുവേ, റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചുകൊണ്ട്, എടാ കള്ളുകുടിയൻ നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. കള്ളുകുടിയൻ ഖുർആൻ ഓതുന്നില്ല. വ്യഭിചരിച്ച് നടക്കുന്നവൻ ഖുർആൻ ഓതുന്നില്ല, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്. പടച്ചവനെ, അവൻ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ അല്ലാഹുവിൽ വിശ്വാസമില്ല. അവന് പടച്ച റബ്ബിനെ അറിയില്ല, ഖബറിനെ കുറിച്ച് അറിയില്ല, മരണത്തെ കുറിച്ച് അറിയില്ല, പരലോകത്തെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ തട്ടുകളെ കുറിച്ചറിയില്ല, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചറിയില്ല. ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനൊന്ന് സ്വന്തം ചിന്തിക്ക്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ കുറ്റം പറയുന്നവനെ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ നമ്മൾ കുറ്റം പറയുന്നു. ഓന് പള്ളിയില്ല, പട്ടവും ഇല്ല, നിനക്ക് പള്ളിയുണ്ട്, അതുപോലെ പാവമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കേണ്ട ആരെ കേൾക്കാനാ? നിങ്ങളും ചിന്തിക്ക്. ഈ പായിപ്പാട് കൂടെ എത്രയോ പേര് നടക്കുന്ന, പള്ളിയില്ല, പട്ടവും ഇല്ല, കള്ളു പഠിച്ചിട്ട് റമദാനും പെരുന്നാളും നബിദിനവും എല്ലാം, അവൻ ഓണമുണ്ട്, ക്രിസ്മസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൻ എന്തുപ്പ, അവനൊന്നുമില്ല. അവനെക്കുറിച്ച് അവനും ഖബറിനകത്ത് എന്താ വരുന്ന മലക്കേതാ വെച്ചാൽ അവൻ ഇങ്ങനെ വായും തുറന്നിരിക്കുക, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ. നമ്മളെന്തിനാ അവനെ പറയുന്നത്? ഇതൊക്കെ അറിയുന്ന ആളാ. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ വൈകുന്നേരം മൈക്ക് കിട്ടുമ്പോൾ ഇതുപോലെ കിടന്ന് വഴുത് പറയും. എൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞ് ഇതില്ല, എന്താ പറയാ, പറയുമ്പോൾ നല്ലതുപോലെ പറ. ആരുടെ ആമീൻ അള്ളാഹ് കേൾക്കണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ നന്നായി പോയാലോ. ഒരാമീൻ പറഞ്ഞ് അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നന്നാക്കും. ഒന്ന് പറയാൻ സാരിയാണ്, ഒരു സ്നേഹമില്ല. ഇലക്ഷനൊക്കെ ജയിക്കണമെങ്കിൽ ആമീൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിൽക്കുന്നവരൊക്കെ ആദ്യം വന്ന് ഇമാമിനെ കണ്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കണം കേട്ടോ. ആദ്യം വന്ന് ഇമാമിനെ കാണണം ബർക്കത്തിനട്ടാ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എന്നാപ്പോൾ ഇത് എന്നാണ് ഇങ്ങോട്ടത്തെ പരിപാടി? 5-ാം തീയതി ഇൻഷാ അല്ലാഹ്. എല്ലാവരും വന്ന് ആദ്യം കേട്ടോ, മദർലാൻഡിലേക്ക് നിങ്ങൾ കൊള്ളവരൊക്കെ എല്ലാവരും ആദ്യം വന്ന സ്ഥാനം കാണണം ബർക്കത്തായിട്ട്. എന്നിട്ട് വേണം. അൽഹംദുലില്ലാഹ്. ശരി, അതെന്തെങ്കിലും ആകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ മതിയാലും. ആര് കയറിയാലും അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും, അത്ര തന്നെ. ആരൊക്കെ വിചാരിച്ചാലും അള്ളാഹു ആണല്ലോ അതൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണോ, അതിനുള്ള ഒരു എളുപ്പവഴിയാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാൽ, എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് അവൻ മുടങ്ങാതെ പറഞ്ഞാൽ, അവൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ ചങ്ങാതി, ഞാൻ കൊണ്ടുപോകാൻ നിന്നെ സ്വർഗത്തിൽ. കാരണം നീ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, നീ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവനാ. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വമാ
മുത്തുനബിയുടെ മഹത്വം അവിടെ നിന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് സിറാത്ത് കടക്കുന്നത്. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുന്നു, ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ആറാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അൽ വസീല. അൽ വസീല എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലെ ഉന്നതമായ ഒരു പദവിയാണ് അൽ വസീല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ഒരു ഉന്നതമായ പദവിയാണ് ഇത്. അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ നിങ്ങളും ബാങ്ക് വിളിച്ച് കഴിയുമ്പോൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത. അവിടുന്ന് മുത്തുനബി ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. ഈ ദുആ ചെയ്യുന്നവനെ ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. ഈ ബാങ്ക് വിളിച്ചതിന് ശേഷം എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി, എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവനെ, എന്നോട് ശഫാഅത്ത് ചോദിക്കുന്നവനെ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിലെ ഉയർന്ന ഒരു പദവിയാണ് വസീല. വസീല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് കൊടുക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല സമിഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫയഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സല്ലു അലയ്യാ ഫഇന്നഹു മൻ സല്ല على صلاة صلى الله عليه بها عشرا ثم صلوا الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا لعبد من عباد الله. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അതാ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ആ ബാങ്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും പറയണേ. മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ ചൊല്ലണം, നിങ്ങൾ സ്വലാത്ത് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, തീർച്ചയായും നിങ്ങൾ അത് ചോദിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കല്ലാതെ അനുയോജ്യമാകുന്നതല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബിലാൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ പറയണേ. ബാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും പറയണേ. വിളിക്കുന്നത് പോലെ നിങ്ങളും അതിന് പറയുന്നത് പോലെ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വലാത്ത് പറയണം, നിങ്ങൾ സ്വലാത്ത് പറയണം. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. എനിക്ക് വസീല കിട്ടാൻ, എനിക്ക് വസീല കിട്ടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കാരണം അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് അനുയോജ്യമാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ വസീല മുത്തുനബിക്കുള്ളതാണ്. ആ വസീലയുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ഉയർന്ന സ്ഥാനമുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ഉയർന്ന പദവി ഉണ്ടല്ലോ. ആ വസീല എന്ന പദവി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുത്തുനബിയുടെ ശ്രേഷ്ഠതയാണ്, മുത്തുനബിക്ക് മാത്രം പറയാൻ കഴിയുന്ന ശ്രേഷ്ഠതയാണ്. ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ
പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുത്തുനബിക്ക് നൽകപ്പെടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പരലോകത്ത് അല്ലാഹു നബിക്ക് മാത്രമായി നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അത് മുത്തുനബിയുടെ ശ്രേഷ്ഠതയാണ്. അത് മുത്തുനബിക്കല്ലേ കിട്ടോ. മഹാനായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായി ഞാൻ നിനക്ക് കൗസർ നൽകിയില്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഏഴാമത്തെ ശ്രേഷ്ഠത, അല്ലാഹു മുത്തുനബിക്ക് ഹൗദുൽ കൗസർ കൊടുത്തു എന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസർ എൻ്റെ അല്ലാഹു അത് കുടിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം എന്തെന്നറിയോ, നാളെ ഹൗദുൽ കൗസറിലെ വെള്ളവും എടുത്ത് മുത്തുനബി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ചിലർ ഓടി വരും. ചിലരിങ്ങനെ ഓടി വരുമ്പോൾ അടുത്തു വരുമ്പോഴത്തേക്ക് മലക്കുകളങ്ങും മറയിടും, മലക്കുകളും മറയിടും. ആ സമയത്ത് മുത്തുനബി പോലും പറയുവത്രേ, എനിക്കവരറിയാം, അവരെൻ്റെ ഉമ്മത്തല്ലേ, എനിക്കവരെ അറിയാം, അവരെൻ്റെ ഉമ്മത്തല്ലേ, പിന്നെന്തിനാ അവരെ തടയുന്നത്? മലക്കുകൾ തടയുന്ന വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയും, എനിക്കവരെ അറിയാം, എനിക്കറിയുന്ന ആൾക്കാരാ, എൻ്റെ ഉമ്മത്തല്ലേ, നിങ്ങൾ എന്തിനാ തടയണേ? ഇല്ല നബിയെ, ഇല്ല നബിയെ, കൊടുക്കാൻ സമ്മതിക്കൂല, അവിടെ നിന്ന് തടയും. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹദീസൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ ബൈന, അവിടുന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റീട് അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഞങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത്? സഹാബികൾ പറയുക, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഉറങ്ങും. അപ്പം ഇങ്ങനെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുക. അനസ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങൾ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ, എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പൊ എൻ്റെ മേലൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് സൂറത്തുൽ കൗസർ ഇറങ്ങിയപ്പോഴാ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചത്. അല്ലാഹു ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, അത് ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കൂല. അതാ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം ഒരു മനുഷ്യൻ കുടിച്ചാൽ എന്താണ് ഹൗദുൽ കൗസർ, അതിൻ്റെ നീളം എന്താ, അതിനെക്കുറിച്ച് ഹദീസ് വ്യക്തമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൗദുൽ കൗസറിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അത് വല്ലാത്തത്, ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഹൗദുൽ കൗസർ അല്ലാതെ വേറൊരു വെള്ളമില്ല. അല്ലാഹുവിൻ്റെ കോടതിയിൽ പടച്ചറബിന്റെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നാളെ പരലോകത്തുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ നിന്ന് നോക്കിയാലും അമേരിക്ക കാണാം, അങ്ങനെ നിരന്നു കിടക്കാം. എങ്ങോട്ട് നോക്കിയാലും എല്ലാവരെയും കാണാൻ കഴിയും. ആ പരലോകത്ത് രണ്ട് പ്രത്യേകത ഉള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ അന്ന് തണലുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തുമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ മാത്രമേ എന്തുള്ളൂ, അവിടെ മാത്രമേ ഇത്തിരി തണലുള്ളൂ. വേറെ ഒരു സ്ഥലത്തും തണലില്ല. രണ്ട്, ആ ഹൗദിൽ മാത്രമേ വെള്ളമുള്ളൂ. വേറെ ഒരു സ്ഥലത്തും വെള്ളമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, ചെമ്പിന്റെ തറയിൽ നിൽക്കും, തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കും, ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കും. അപ്പൊ ഇന്നത്തെ നട്ടുച്ചയ്ക്ക് 15 ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ ഒരു കുപ്പി നമ്മൾ ഒറ്റയടിക്ക് കയറ്റും. അത്രയ്ക്കും ദാഹം. എങ്കിലും ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ദാഹം? അള്ളാഹു നമ്മുടെ ദാഹം മാറ്റി തരുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതാ മരണത്തിൻ്റെ വേളയിൽ ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും കുടിച്ചാലും തീരാത്ത ദാഹമുണ്ടാകുന്ന ചിലർക്ക്, മോശമായ മരണം കിട്ടുന്നവർക്ക്, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മോശമായവർ, അവരുടെ മരണസമയത്ത് ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും അവൻ്റെ ദാഹം തീരൂല. അത്രയ്ക്കും ദാഹമുണ്ടാകും, അത്രയ്ക്കും ദാഹമുണ്ടാകും. അപ്പൊ അതുകൊണ്ടാ ആ സമയത്തും ശപിക്കപ്പെട്ടവൻ വെള്ളവുമായിട്ട് വരുന്ന, വേറൊന്നും ആയിട്ടല്ല വരിക. നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി അവനും വെള്ളവും കൊണ്ടാ കടന്നു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാഹമില്ലാതെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദാഹമില്ലാതെ, ദാഹം തീർന്നവരായി മരിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? ദാഹം തീർന്നവരായി മരിക്കാനുള്ള, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ആയത്ത് പറഞ്ഞു തന്നായിരുന്നു. ഏതായത്തായിരുന്നു? വെടികൊണ്ടതുപോലെ ഇരിക്കുക, നിങ്ങളോട് വേണം ഞാനതൊക്കെ പറഞ്ഞുതരാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്ന ആയത്ത്, എല്ലാ ദിവസവും ആ ആയത്ത് പാരായണം ചെയ്യുന്നവന് ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. 12 മണി വരെ നിന്ന് പറഞ്ഞു. 11:45 വരെ ആ ആയത്ത് എല്ലാവരും യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് തുടങ്ങുന്ന ഇത്രയും നീളമുള്ളൊരായത്ത്, ഇത്രയും നീളമൊന്നുമില്ല, ഇത്രയും നീളം. ആ ഒരു ആയത്തിന്റെ ഒരു പകുതി പോലും ഇല്ല, ഒരു 1/4 ഭാഗം ഇത്രയേ ഉള്ളൂ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് ഇത്രയേ ഉള്ളൂ. ആ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നവൻ അള്ളാഹു തരുന്ന പ്രതിഫലം 11:45 വരെ പറഞ്ഞിട്ട് ഒരാഴ്ചയായില്ല. ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എന്നെ നോക്കിയത് സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണം ഞാനിനി മരിക്കുമ്പോൾ ദാഹം തീർന്നവരായി രീതിയിൽ മരിക്കാനുള്ള വഴി പറയാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരായത്ത് പറഞ്ഞു തരാം, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഈ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന സമയം ദാഹം തീർന്നവരായി മരിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? എത്ര മാസം കാലാവധിയുണ്ട്? 6 മാസം. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്ന് നിങ്ങൾ നിയത്ത് ചെയ്യുന്നു. ഈ ആയത്ത് ഇന്ന് ഓതിയിട്ട് വാ, നാളെ ഞാൻ പറഞ്ഞുതരാം. ആയുസുണ്ടെങ്കിൽ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹിം ആണെന്ന് തോന്നും അല്ലേ? ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നിങ്ങൾ ഇന്ന് ഓത്, എന്നിട്ട് നാളെ ഓതിയിട്ട് വാ. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹം തീർന്നവരായി മരിക്കാനുള്ള എളുപ്പവഴി അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് സൂറത്തുൽ കൗസർ അവിടുന്ന് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ പുഞ്ചിരിക്കുന്നത്? വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നബിയെ. സഹാബ, ജിബ്രീൽ ഒരു സൂറത്തുമായി കടന്നു വന്നു. അവിടുന്ന് കൗസർ പാരായണം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, കൗസർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. അതിൽ ധാരാളം നന്മകളുണ്ട്. അതിലൊരു ഹൗദായിരിക്കും. എൻ്റെ ഉമ്മത്ത് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ, അതിലെ പാത്രങ്ങൾ പോലും നക്ഷത്രങ്ങളോളം ഉണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് രൂപമറിഞ്ഞു കൊടുക്കുകയാണ്. ആ ഹൗദുൽ കൗസറിലെ പാത്രങ്ങളുണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ കാണുമല്ലോ, ഇതുപോലെ ഇതിനകത്ത് പാത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു അരുവിയാണ് ഹൗദെന്ന് നബി മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നിന്ന് കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വഹാബത്തിനോട് ഒരിക്കൽ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഞങ്ങൾ അങ്ങ് എവിടെ തിരയണം നബിയേ? എവിടാണെന്ന് കാണുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അങ്ങ് എവിടെ കാണും നബിയേ? ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും കോടതിയിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമല്ലോ. നിങ്ങൾ എവിടെ തിരയും നബിയേ? ഞങ്ങൾ എവിടെ തിരയും നബിയേ? റസൂലുള്ളാഹ് 3 സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. എന്നെ അവിടെ തേടിയാ മതി. സഹാബ, എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തിരഞ്ഞു വരേണ്ട സ്ഥലം എവിടെയാണ്? 3 സ്ഥലങ്ങൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് സ്നേഹമില്ലല്ലോ. ആ പേര് കേട്ടാ സ്വലാത്ത് പറയാ മടിയാണ്. ഒരു 10 സ്വലാത്ത് പറയാൻ, ഒരു 10 സ്വലാത്ത് പറയാ വെള്ളിയാഴ്ച രാവിലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകൾ എത്തിക്കുമല്ലോ. റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന മുത്തുനബിയുടെ ചാരത്ത് പായിപ്പാട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഷാഉൽ മകനായ സിറാജ് നബിയേ സലാം പറഞ്ഞു, നബിയേ സ്വലാത്ത് പറഞ്ഞു നബിയേ എന്നങ്ങ് മദീനയുടെ റൗളയ്ക്കകത്ത് കിടക്കുന്ന മുത്തുനബിയുടെ ചാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇപ്പം കൊണ്ടെത്തിക്കുമല്ലോ. അത്രയും സ്നേഹമാണല്ലോ. പടച്ചവനെ, മുത്തുനബി പോലും അവിടെ കിടന്ന് സലാമടക്കുകയാ. അങ്ങനെയുള്ള പ്രവാചകന് എവിടെയാണ് ആ പ്രവാചകന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിലേക്ക് കടന്നു വരണം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് എന്ന് വിളിച്ചാൽ നിന്റെ നാവിന്റെ തുമ്പിൽ അറിയാതെ വരണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പ്രണയമാണ്, അങ്ങനെ ഒരു സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരണം. ഒരാത്മീയമായ ബന്ധമുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഞാനും നിങ്ങളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിനറിയാ നമുക്ക് വല്ലാതെ ദാഹിക്കുമെന്ന്. ആ പരലോകത്ത് വല്ലാത്ത പീഡനമാണല്ലോ, ആ പരലോകത്ത് വല്ലാത്ത ശിക്ഷയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെന്നിട്ട് വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി കാത്തു നിൽക്കുകയാ. എന്നെയും നിങ്ങളെയും കുടിപ്പിക്കാൻ, എന്നെയും നിങ്ങളെയും വെള്ളം കുടിപ്പിക്കാൻ ദാഹിച്ചു വരുന്നവന്റെ വെള്ളം, ദാഹിച്ചു വരുന്നവന് വെള്ളം കൊടുക്കാ. മുത്തുനബി നേരത്തെ പോയിട്ട് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാ. നമ്മളോട് അത്രയും വല്ലാത്ത സ്നേഹമാ, നമ്മളോട് അത്രയും വല്ലാത്ത സ്നേഹമാ. പക്ഷേ നമുക്കില്ലല്ലോ, ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ പച്ച തോരണവും കെട്ടിയിട്ട് തീർക്കുന്ന സ്നേഹമല്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ടാകണം. ആ സ്നേഹമുണ്ടെങ്കിൽ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങൾ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരമുണ്ടാകൂ, എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകൂ. മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല സഹാബാ. അതെന്തൊരു വെള്ളവാ അല്ലാഹ്, അതെന്തൊരു വെള്ളവാ അല്ലാഹ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച് നിന്നിട്ട് അതാ ചെറുപ്പത്തിൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന സംസം വെള്ളം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്തൊരാർത്തിയാ, എന്തൊരു കൊതിയാ, എന്തൊരു സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സംസം വെള്ളം കുടിക്കുമ്പോ പോലും നമുക്കെന്തൊരാനന്ദമാ, മനസ്സിലെന്ത് സംതൃപ്തി എന്നറിയുമോ? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ അല്ലാഹുവേ ചോദിച്ച് നടക്കും, സംസം വെള്ളമുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ നിന്നൽപ്പം സംസം വെള്ളം കിട്ടിയാ അതിങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ടല്ലാ എന്റെ രോഗം മാറ്റണേ അല്ലാ,
എന്റെ വേദന മാറ്റണേ അല്ലാ, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ അല്ലാ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ വരുത്തല്ലേ അല്ലാ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കണേ അല്ലാ. സംസം വെള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് കുടിക്കുന്നവര് ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന അരുവിയായ ഹൗദുൽ കൗസർ കുടിക്കാൻ എന്തൊരു ഭാഗ്യമാ സഹോദരാ. അല്ലാഹു അതൊക്കെയല്ലേ കുടിക്കേണ്ടത്. അതിന് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സാര കാര്യമാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കോരി തരുമ്പോ അവിടെ ചെന്ന് കോരി കുടിക്കാൻ കൊതിയില്ലേ? അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ശ്രേഷ്ഠതയാ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ പരിശുദ്ധമായ ഖുർആൻ പടന്ന് ഓർമ്മപ്പെടുത്തിയ കൗസർ ഉണ്ടല്ലോ, അല്ലാഹുവേ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല പടച്ചവരെ, ഞങ്ങൾക്ക് അർഹതയില്ല പടച്ചവരെ. എങ്കിലും ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു സ്വലാത്ത് പറഞ്ഞാൽ, ഒരു സലാം പറഞ്ഞാ അല്ലാഹുവിന്റെ മലക്കുകളെ മദീനത്തെ റൗളയിലെത്തിക്കുമല്ലോ റബ്ബേ. അതുകൊണ്ട് സഹോദരാ, ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്കൊന്ന് പിരിയാ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു 10 സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയാ. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പള്ളിയുടെ വാർപ്പിന്റെ തട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലാണ്, നിങ്ങളിലാണ് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ. പള്ളിക്ക് സിമന്റ് വാങ്ങുന്നതിന് വേണ്ടി, പള്ളിക്ക് കമ്പി വാങ്ങുന്നതിന് വേണ്ടി ഉസ്താദേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും പായിപ്പാട് പള്ളിക്ക് വേണ്ടി അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ തെരഞ്ഞെടുക്കണേ അല്ലാ. എന്നിട്ടൊരു 10 സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവ ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ നമുക്കിന്ന് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരുന്നൂടെ പോരല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അല്ലാഹുവേ മാരകമായ ഏതെങ്കിലും ഒരു രോഗമുണ്ടോ, ആ രോഗത്തിന്റെ അണുക്കൾ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിലെ മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടാ, ആ മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടാണ് തമ്പുരാനെ ഈ വെള്ളിയാഴ്ച രാവ് മുഹറത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവാ. അല്ലാഹുവേ, അല്ലാഹു ആദരിച്ച മാസമാണല്ലോ, ആദരിച്ച മാസമാണല്ലോ. ആ ആദരിച്ച മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാ തമ്പുരാന്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് സ്വഹാബത്തിനോട് പ്രവാചകം പറഞ്ഞു കൊടുക്കുകയാ, സഹാബാ ജിബ്രീൽ വന്നു ഖുർആനിലെ ഒരു അധ്യായം എന്റെ മുന്നിൽ ഓതി തന്നു. അത് കേട്ടിട്ട് ചിരിച്ച സന്തോഷത്തിൽ ചിരിച്ചതാണ് സഹാബാ. എന്നിട്ട് അവിടെ നിന്ന് ഹൗദുൽ കൗസറിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാല ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാണ്, മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, സ്വർഗത്തിന്റെ ഒരു വശത്ത് നിന്നുള്ള സ്വർഗത്തിന്റെ ഒരു വശത്താണ് ഹൗദ് സ്ഥിതി ചെയ്യുന്നത്.
ഹൗദുൽ കൗസർ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാ, ഈ ഹൗദുൽ കൗസർ സ്ഥിതി ചെയ്യുന്നത് സ്വർഗത്തിന്റെ ഒരു ഭാഗത്താണ്. സ്വർഗത്തിന്റെ ഒരു ഭാഗത്താണ്. മഹാനവറുകൾ പറയുന്നു, സ്വർഗത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നദിയിൽ നിന്നാണ് ഈ ഹൗദിലേക്ക് വന്നു ചേരുന്നത്. അള്ളാഹുവിന്റെ സ്വർഗത്തിനകത്ത് നിന്ന് അവിടെ നിന്ന് അരുവിയായിട്ടാണ് ആ വെള്ളം ഹൗദുൽ കൗസറിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. മഹാനായ ശൈഖ് ഉസൈമീൻ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹൗദുൽ കൗസർ അതിനെ കുറിച്ച് പരിചയപ്പെടുത്തി നമ്മൾ പഠിക്കണം. എന്താണ് ഹൗദുൽ കൗസർ? ആ ഹൗദുൽ കൗസറിന്റെ പാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ വലിപ്പം എങ്ങനെയാണ്, ആർക്കാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുക, ആരെയൊക്കെയാണ് ആട്ടി ഓടിക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അത് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത, അവിടുന്ന് 7 ശ്രേഷ്ഠതകളാണ് നമ്മൾ എണ്ണി പറഞ്ഞത്. ആ 7ാമത്തെ ശ്രേഷ്ഠതയാണ് ഹൗദുൽ കൗസർ. അല്ലാഹു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഭാഗത്തെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കും, നിങ്ങൾ വാ എൻ്റെ അടുക്കലേക്ക്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് പോകുന്നവർക്ക് വെള്ളം കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർ അവരടുക്കലേക്ക് പോകും. പ്രവാചകൻ തന്റെ ഉമ്മത്തുകൾക്ക് വെള്ളം കോരി കൊടുക്കും, അവർ കുടിക്കും. പക്ഷേ ഒരു വിഭാഗമുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരെ പ്രത്യേകമായിട്ട് വിളിക്കും, ഇങ്ങുവാ. അവരെ പ്രത്യേകമായിട്ട് വിളിക്കും, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം അവരുടെ കയ്യിലേക്ക് കോരിക്കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ ഭാഗ്യവാന്മാർ നമ്മൾ എവിടെങ്കിലും പോയി ഒന്ന് നിൽക്കുമ്പോ, വാക്സിൻ എടുക്കാൻ പോകുമ്പോ മെമ്പർ പ്രത്യേക പരിഗണനയിൽ വന്നിട്ട് വരിക്കകത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട്, നീങ്ങുവാ, പള്ളിയിലെ ഖത്തീബല്ലേ ഉസ്താദ്, സിറാജ് ഉസ്താദ്, എങ്കുവാ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു പ്രത്യേക പരിഗണന. അത്രയും പേരിങ്ങനെ നിരന്ന് നിൽക്കുമ്പോ, പഞ്ചായത്തിലോ വില്ലേജിലോ എവിടെയെങ്കിലും പോകുമ്പോ നിരന്ന് ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് തരുന്നൊരു പരിഗണനയുണ്ടല്ലോ. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെ വിളിക്കണമെന്നില്ല, നിങ്ങൾ വാക്സിനൊക്കെ നമ്മൾ എടുത്തില്ലേ, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. ഒരു പ്രത്യേക പരിഗണന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞു വിളിക്കും, ഇങ്ങു വാ, എൻ്റെ അടുക്കലേക്ക് വാ. ഇങ്ങനെ വിളിച്ചിട്ട് ഹൗദുൽ കൗസർ വാങ്ങിത്ത് കോരിത്തരും. അള്ളാഹു ഭാഗ്യം തരുമാറാവട്ടെ. ചിലരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും മഹാനായ നബിയിന റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ചവനെ, ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ചിലരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും, കുടിക്കാൻ. ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആ വിഭാഗത്തിൽപ്പെട്ടവരാ. ഒട്ടകത്തിന്റെ മൂത്രം തന്റെ യജമാനന് പട്ടിണിക്കിട്ടിട്ട് ഒട്ടകത്തിന്റെ മൂത്രം വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് വായിലേക്ക് ഒഴിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി, കുടിക്കു ബിലാലെ, ഞാൻ നിനക്ക് ഹൗദുൽ കൗസർ തരാം. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഒഴിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വായിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. വെറുതെ ഇങ്ങനെ 10, 40, 50, 60 വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ച് തീർത്താ പോരാ. എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടാകണം. ഓരോ വർഷം കഴിയും തോറും ആ മുത്തുനബിയോടുള്ള മഹബത്ത് കൂടിക്കൂടി വരണം, അല്ലാതെ അകന്നകന്ന് പോകലല്ല. ആ പ്രവാചകനോടുള്ള സ്നേഹം കൂടിക്കൂടി 10 സ്വലാത്തിൽ നിന്ന് തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ അത് 10,000-ലേക്ക് എത്തുന്നൊരവസ്ഥ. ലക്ഷങ്ങൾ പറയുന്നവരുണ്ടല്ലോ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നവർ, കോടിക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ പറയുമല്ലോ. എന്നോടൊരു ഉമ്മ പറഞ്ഞതാ ഉസ്താദെ, ആ ഉമ്മയ്ക്ക് 68 വയസ്സുണ്ട്, 68 78 വയസ്സുണ്ട്. ആ ഉമ്മ എന്നോട് പറഞ്ഞു, 80 ലക്ഷം സ്വലാത്ത് ഞാൻ പറഞ്ഞു ഉസ്താദ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 80 ലക്ഷം. ആ ഉമ്മ പറയാം, മരിക്കുന്നതിന് മുമ്പ് 1 കോടിയാക്കണം, എനിക്ക് 1 കോടിയാക്കണം. നാളെ മുത്തുനബിയെ കാണുമ്പോൾ എനിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ട. 80 ലക്ഷം സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മളോ 80 എണ്ണം പറയത്തില്ലല്ലോ, 80,000 പറയത്തില്ലല്ലോ.
ആ ഉമ്മ എണ്ണി നമ്മൾ പറയും എണ്ണ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. 80 ലക്ഷം സ്വലാത്ത്. ആ ഉമ്മയുടെ സ്വപ്നം 1 കോടി സ്വലാത്ത. അള്ളാഹു ആ ഉമ്മയ്ക്ക് മരിച്ചു പോയിട്ട് എനിക്കറിയില്ല. അള്ളാഹു ഉമ്മയുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതാണ് സ്നേഹം. അതിനാ സ്നേഹം എന്ന് പറയുക. അല്ലാതെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഓളവും ബഹളവും ഒന്നുമല്ല സഹോദരങ്ങളെ. അള്ളാഹു നാളെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ മുത്തുനബി നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിനോട് 11 മണിയായി ഉസ്താദേ സമയം താമസിച്ചു, ഞങ്ങൾക്ക് കടയുണ്ട്, കച്ചവടമുണ്ട്, എല്ലാമുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് പക്ഷേ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റിവെക്കാൻ കഴിയണം. ഒരു 10 മിനിറ്റ് സ്വലാത്ത് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത്. സ്വലാത്ത് പറയാൻ കഴിയുന്നവരങ്ങനെ. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓത്. ദുആ ചെയ്ത് തീരുന്നതിന് മുമ്പ് ഈ സദക്ക നൽകിയവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാ. ഈ ദുആ ചെയ്ത് തീരുന്നതിന്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? എന്താവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതുന്നത്, അവന്റെ ആവശ്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചൊരു യാസീൻ ഓത്. വെള്ളിയാഴ്ച രാവിലെ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാ. നിങ്ങൾ എവിടെയാണോ, എവിടെ ഇരുന്നാണോ നിങ്ങൾ ഈ വഅദ് കേൾക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടല്ലോ, ആഗ്രഹങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനോട് പറയാൻ ഒരുപാട് പരാതികളുണ്ടല്ലോ. അതുകൊണ്ട് പടച്ചവനെ, നിങ്ങളൊരു യാസീൻ ഓതി വെക്ക്. ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയ ഒരുപാട് പാവങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു യാസീൻ ഓതാൻ കഴിയുമോ? ഒരു 10 സ്വലാത്ത് പറയാൻ കഴിയുമോ? ആത്മാർത്ഥമായിട്ട് നിങ്ങളിരുന്നൊരു പറ. എന്നിട്ട് നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ടിരുന്ന് ഒരുമിച്ച് ദുആ ചെയ്യാ. അർഹമർ റഹീമായ അല്ലാഹ്, പടച്ചവനെ ഈമാൻ നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. വളരെ കരഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ പിതാവിൻ്റെ എന്നോട് വല്ലാത്ത സങ്കടം, ഉസ്താദേ മറന്നു പോകല്ലേ എന്ന്. അദ്ദേഹം ആ വോയിസ് വെക്കുമ്പോൾ അവസാനം സംസാരിക്കാൻ പറ്റാതെ ചുമച്ച സങ്കടം തോന്നിപ്പോയി. അർഹമർ റഹീമായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പാവത്തിനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാ വേദനകളും നീ മാറ്റണേ അല്ലാഹ്. സുഖമില്ലെങ്കിലും ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കേൾക്കുന്ന കുടുംബമാ, നീ അവരെ കണ്ണീരിലാഴ്ത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ഒരു സർജറിയുടെ ആവശ്യമില്ലാതെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. തൂവൂരിൽ നിന്ന് സ്വാലിഹ് എന്ന സഹോദരൻ മകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യാൻ, നല്ല സ്വഭാവം കിട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പൊള്ളാച്ചിയിൽ നിന്ന് എന്നും ഉണ്ടാവും ഇല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ, പൊള്ളാച്ചിയിൽ നിന്ന് അഷ്റഫ് എന്ന സഹോദരൻ തൻ്റെ ഉമ്മയ്ക്കും അനിയത്തിക്കും ജ്യേഷ്ഠത്തിക്കും കോവിഡാണ് ഉസ്താദെ, ദുആ ചെയ്യാൻ. ഗഫൂറായ അല്ലാഹുവേ, കാരുണ്യവാനായ അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അടുത്ത ടെസ്റ്റിൽ ഒന്നുമില്ലെന്ന് ആ കുടുംബത്തെ നീ കേൾപ്പിക്കണേ റഹ്മാനെ. ഒരു സഹോദരി, തൻ്റെ ഭർത്താവ് കേസിൽപ്പെട്ട് 3 വർഷമായി ജയിലിലാണ്. അല്ലാഹുവേ, കുഞ്ഞുമക്കളാണ്, വാടക വീട്ടിലാണ്. കരുണക്കടലായ റബ്ബേ, നീ മോചനം കൊടുക്കണേ റഹ്മാനെ. നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പിഞ്ചു കുഞ്ഞുങ്ങളാണ് റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ കണ്ണീര് നീ കാണണേ പടച്ചവനെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നിലമ്പൂരുള്ള റസ്വാൻ എന്ന് പറയുന്ന പൊന്നുമോൻ അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിലമ്പൂര് ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ നമുക്കൊക്കെ ഭക്ഷണം തരുന്ന നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നൊരു കുടുംബം, ആ വീട്ടിലെ ഉപ്പ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് മകൻ വിളിച്ചു പറഞ്ഞു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉപ്പയുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വാട്സപ്പിലൂടെ ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, മറന്നു പോകരുതെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഒരു 10 സ്വലാത്ത് ഇങ്ങനെ എടുത്തിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കുടുംബം, ഇവിടുത്തെ സഹോദരി മുഖത്തൊക്കെ ഒരു നീരായിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഷീബായത്ത് സഹോദരിയുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളാഞ്ചേരിയിലുള്ള ഷഫീഖ് എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരന, ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉമ്മ തൻ്റെ മകൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു പരിപൂർണ്ണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിലെ നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാൾ പോലും ഈ ദുആയിക്ക് ആമീൻ പറയുന്നവരില്ല റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവനാ അല്ലാഹ്. ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും ഒരുപാട് പാപങ്ങൾ ചെയ്ത അക്രമികളാണ് റഹ്മാനെ. നീ ഗഫൂറാണല്ല തമ്പുരാനെ, നീ റഹീമാണല്ല തമ്പുരാനെ. പടച്ചവനെ, നിന്റെ അടിമകളെ നിന്റെ മുന്നിലേക്ക് കൈനീട്ടി കരയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ അല്ലാ. നിന്റെ അടിമകളുടെ കണ്ണ് നിറയുന്നത് നിനക്ക് സഹിക്കൂലല്ലോ അല്ലാ. അല്ലാഹുവേ, പാപം പൊറുക്കാൻ യാചിക്കുന്ന കയ്യാ അല്ലാ. ഈ യാചനയെ നീ കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കളിയാക്കല്ല അല്ലാ. ഈ പാപം മുഴുവനും നീ പൊറുത്തുതാ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി റബ്ബേ. ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ, ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ. ഒരവസരം തന്നുകൂടെ അല്ലാ.
ഒരവസരം താ റഹ്മാനെ, ഞങ്ങളോട് കരുണ കാണിക്ക് തമ്പുരാനെ, ഞങ്ങളുടെ പാപം പൊറുക്കു റഹ്മാനെ, ഞങ്ങളുടെ പാപം പൊറുക്കു റഹ്മാനെ. ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല തമ്പുരാനെ, നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ, ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. ഈ മജ്‌ലിസ് കഴിഞ്ഞെഴുന്നേൽക്കുമ്പോ ഞങ്ങളുടെ ഉമ്മമാര് ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ കരുണ കാണിക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാന്. അവരെ വേദനിപ്പിക്കല്ല തമ്പുരാന്, അവരെ വേദനിപ്പിക്കല്ല തമ്പുരാന്, അവരെ നരകിപ്പിക്കല്ല തമ്പുരാന്. അല്ലാഹുവേ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ, വേദന താങ്ങാൻ പറ്റാത്തവരുണ്ട് റബ്ബേ, മരുന്നുകളില്ലാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. നിന്റെ കയ്യിൽ മരുന്നുണ്ടല്ലോ അല്ലാ, നീ ശാഫിയാണല്ല അല്ലാ, നീ ശാഫിയാണല്ല അല്ലാ. ശിഫ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ല അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ റബ്ബേ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതമാക്കല്ലേ അല്ലാ. ഭാര്യയും മക്കളും കൂടപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഞങ്ങളെ എത്തിക്കല്ല തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ തമ്പുരാനെ. പടച്ചവരെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഞങ്ങളുടെ അവസാനം നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഇതുപോലെ ഒരു വെള്ളിയാഴ്ച മരിക്കാൻ പാകില്ല അല്ലാഹുവേ. ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ നീ ഇഷ്ടപ്പെട്ടവര് മരിച്ചതുപോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, മരണത്തിന് വേണ്ടി ഒരുങ്ങി പോകാൻ ഭാഗ്യം നൽകണേ തമ്പുരാന്. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി സെക്രട്ടറിയും പ്രസിഡന്റ് എല്ലാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ പള്ളിക്ക് വേണ്ടി വന്നിരിക്കുന്നവരാ, നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഇവരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് റബ്ബേ മുബാശിക്കാട പൊന്നുമോൻ, അല്ലാഹുവേ, നീ കരുണ കാണിക്കണേ റഹ്മാനെ. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സമാധാനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നീ കൈവിടല്ലേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. മനസ്സിൽ 100 കണക്കിന് ആഗ്രഹങ്ങളുമായിരിക്കുകയാണ് റഹ്മാനെ. നാളെ ഒരു പൊന്നുമോൻ അല്ലാഹുവേ നാളെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുകയാണ്. അല്ലാഹുവേ, നീ അവന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ കൊടുക്കണേ അല്ലാ. ഒരു കുടുംബത്തിന്റെ താണിയാണ് റഹ്മാനെ. നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. ആ കുടുംബത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉസ്താദേ,
കുറച്ച് സ്ഥലമുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ ഖൈറാണെങ്കിൽ നീ അത് നടത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ കുടുംബത്തിന് എല്ലാവിധ സമാധാനവും നൽകണേ അല്ലാ. ജീവിത മാർഗത്തിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഭക്ഷണം തരുന്നവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ചെറുപ്പക്കാർക്ക് നീ ഈമാൻ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എവിടേക്കോ ഇരുന്ന് ഈ പാവപ്പെട്ടവന്റെ ദുആയിക്ക് ആമീൻ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് റഹ്മാനെ. ഈ വെള്ളിയാഴ്ച രാവിലെ നിന്നോട് റബ്ബേ മനസ്സിലെ ആഗ്രഹങ്ങൾ മുഴുവനും നീട്ടിവെച്ചിരിക്കുന്ന പാവങ്ങളാണ്. നീ കൈവിടല്ലേ അല്ലാ. ഒരാളെ പോലും നീ കൈവിടല്ലേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. ഈമാൻ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. നല്ല മരണം കൊടുക്കണേ അല്ലാ. മുത്തുനബിയുടെ മഹബ്ബത്ത് കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് കാണിച്ച് തരണേ അല്ലാ. കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് തമ്പുരാനെ. പടച്ചവനെ ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, നീ വഴി തുറക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു സഹോദരി ഒരു ഖത്തം ഓതി വെച്ചിട്ടുണ്ട് ഉസ്താദേ. ഈ മജ്ലിസിൽ വെച്ച് വഴങ്ങി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ദുആ കബൂലാക്കണേ അല്ലാ. മൂവാറ്റുപുഴയിൽ ഒരു കുട്ടിയുടെ ഉപ്പയും അനിയനും കോവിഡാണ്. അല്ലാഹുവേ ബാധിച്ചു മരണപ്പെട്ടു പോയി. നീ കബറിടം വിശാലമാക്കണേ തമ്പുരാനെ. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ഏറ്റുമാനിൽ നിന്നൊരു സഹോദരി തന്റെ ഭർത്താവ് മുംബൈയിലാണ്. വീട്ടിൽ വരികയോ എനിക്കും കുട്ടികൾക്കും കാശ് അയച്ചു തരികയോ ചെയ്യുന്നില്ല. റബ്ബേ നീ ഈമാൻ കൊടുക്കണേ അല്ലാ. മരണചിന്ത കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. കണ്ണൂരിൽ നിന്നൊരു സഹോദരൻ തന്റെ മൂക്കിന്റെ പാരത്തില് പടച്ചവനെ തകരാറാണ്. ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. വേങ്ങരയിൽ നിന്ന് ഷാഹിദ് ഉസ്താദേ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി. കരുണക്കടലായ റബ്ബേ സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തോട് കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ചുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിട്ടുണ്ടോ അവരെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. ജാരിയായ സദഖയാക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ റോഡിൽ നിന്ന് വലിച്ചു വാരുന്ന മരണം തരല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ അല്ലാ. മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത മരണം തരല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നോക്കാൻ എല്ലാവർക്കും പേടി വരുന്ന മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ പെട്ടെന്ന്
ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൽ ഈ പാപികളായ ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ആരുടെയെങ്കിലും ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. ആരുടെയെങ്കിലും ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇത് അവസാന മജ്‌ലിസാക്കല്ലേ തമ്പുരാനെ. ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഉപ്പയും ഉമ്മയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിന്ന് പിരിയുകയാണ്. നാളെ രാത്രി ഇവിടെ നടക്കുന്ന മജ്‌ലിസിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. പറഞ്ഞു പോയതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് പുറത്തു മാപ്പാക്കണേ പടച്ചവനെ. ക്ഷമയോടുകൂടി ഇത്രയും നേരം ഇതിന്റെ അവസാനം വരെ ഇരുന്ന് ദുആയിൽ പങ്കെടുക്കാനും മനസ്സ് കാണിച്ച എല്ലാവരുടെയും മരണം എളുപ്പമാക്കണേ അല്ലാ. മരണം എളുപ്പമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുപാട് ആരെയെല്ലാം കബറടക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ കബറടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, നൈസാമിന്റെ വാപ്പ കിഡ്നിയിൽ ചെറിയ രോഗം ബാധിച്ചു ഹോസ്പിറ്റലിലാണ്. ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. രക്ഷപ്പെടുത്തണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن شاء الله നാളെ എല്ലാവരും നേരത്തെ വരണം. 8:45 ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിപാടി തുടങ്ങും. ക്യാമറാമാൻ, നാളെ 8:45 ഇശാ നിസ്കാരത്തിന് മുമ്പ് നീ വരണം. കാരണം ഇന്ന് ഒരുപാട് താമസിച്ചു. നാളെ കറക്റ്റ് 8:45 തുടങ്ങും, 10:45 നിർത്തും. 11 മണിക്ക് എനിക്ക് വീട്ടിൽ പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.